ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ചെയ്ത ബ്രെഡ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ട വേണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 1 സവോള, 2 പച്ചമുളക്, 1 പിടി മല്ലിയില. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്കിനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ബ്രെഡ് പീസസ് വെച്ചു കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടാക്കിയ ശേഷം ഈ ബ്രെഡിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.